സിനിമാ മേഖലയിലെ 3 ബൗൺസേഴ്സിനെ MDMA പിടികൂടി. തൃശ്ശൂരിലെ ഷെറിൻ തോമസ്, വിവിൻ വിൽസൺ, ആലുവയിലെ വിനാസ് പരി എന്നിവരെയാണ് ഇപ്പോൾ എക്സൈസ് പിടികൂടിയത്. പരിശോധനകൾ കർശനമായതോടെ നടീനടന്മാരുടെ സുരക്ഷാ ജീവനക്കാർക്ക് ലഹരി വസ്തുക്കൾ സൂക്ഷിക്കാൻ കൈമാറുന്നതായി എക്സൈസിന് വിവരം ലഭിച്ചിരുന്നു. 24 എക്സ്ക്ലൂസീവ് ബൗൺസേഴ്സിനെ മനസ്സിലായോ? കുറച്ച് ജിമ്മന്മാരെ കണ്ടിട്ടില്ലേ മോഹൻലാലിൻ്റെ മമ്മൂട്ടിയോട് നടക്കുന്നത്? അവരാണ് ഈ തൽപര കക്ഷികൾ. ശ്യാം കുമാർ നമുക്കൊപ്പം ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ശ്യാം, ഗുഡ് മോർണിംഗ്. പറയൂ. SKN സിനിമാ മേഖലയിലേക്ക് എക്സൈസിന്റെയും പോലീസിന്റെയും ഒക്കെ പരിശോധന, ലഹരിക്കെതിരായ പരിശോധന കർശനമാക്കിയതോടെയാണ് SKN ഇപ്പോൾ പുതിയ മാർഗങ്ങൾ ഈ മേഖലയിലുള്ളവർ തേടുന്നത്. ഇവരുടെ സുരക്ഷാ ജീവനക്കാരായി കൂടെ നടക്കുന്ന ഈ ബൗൺസേഴ്സിന്റെ കൈവശം ലഹരി വസ്തുക്കൾ സൂക്ഷിക്കാൻ കൊടുക്കുകയും അത് ആവശ്യാനുസരണം ഉപയോഗിക്കുകയും ചെയ്യുന്നതാണ് ഈ മേഖലയിൽ പുതിയ രീതിയെന്ന് എക്സൈസും പോലീസും കണ്ടെത്തിയിരുന്നു. ഇന്നലെ അങ്ങനെ ലഭിച്ച ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആലുവ മുട്ടത്തിന് സമീപത്തുള്ള ഒരു ഫ്ളാറ്റിൽ എക്സൈസ് പരിശോധനയ്ക്ക് എത്തുന്നത്. അതിലെ 7ാം നിലയിലെ ഫ്ളാറ്റിൽ നിന്നാണ് തൃശൂർ സ്വദേശികളായ ഷെറിൻ തോമസ്, വിപിൻ വിൽസൺ എന്നിവരെ MDMA പിടികൂടുന്നത്. 3ാമത്തെയാൾ ആലുവ സ്വദേശിയാണ്. ഇയാളുടെ പേര് വിനാസ് പരീത് എന്നാണ്. ഇയാളെ കാറിനുള്ളിൽ ഈ MDMA പിടികൂടുകയായിരുന്നു. ഏതായാലും ഇത് 2 കേസുകളായിട്ടാണ് എക്സൈസ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആർക്ക് ഉപയോഗിക്കാൻ ഉള്ള ലഹരി വസ്തുക്കളായിരുന്നു ഇത് എന്നുള്ളത് ഇവരോട് ഇന്ന് ചോദ്യം ചെയ്യും. ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും സിനിമാ മേഖലയിലെ ചിലർക്ക് നൽകാനായിട്ട് സൂക്ഷിച്ച ലഹരി വസ്തുക്കളാണ് എന്നുള്ളത് ഇവർ അറിയിക്കുന്നുണ്ട്. ആ പ്രദേശത്തിനോടടുത്ത് തന്നെ ചില ഷൂട്ടിങ്ങുകൾ നടക്കുന്നുണ്ട് എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. ഏതായാലും വിശദമായ അന്വേഷണത്തിനാണ് എക്സൈസ് മുന്നോട്ട് പോകുന്നത്. പുതിയൊരു രീതിയാണ് ഇപ്പോൾ സിനിമാ സീരിയൽ മേഖലയിൽ കാണുന്നത്. അതായത് ലഹരി വസ്തുക്കൾ സുരക്ഷാ ജീവനക്കാരുടെ കയ്യിൽ കൊടുക്കുക, ആവശ്യാനുസരണം ഉപയോഗിക്കുക. പരിശോധന വന്നാലും താരങ്ങളും മറ്റുള്ളവരും പിടിക്കപ്പെടാതിരിക്കാനുള്ള ഒരു മുൻകരുതലാണിതെന്നാണ് എക്സൈസും അറിയിക്കുന്നത്. SKN. താങ്ക് യു. ശ്യാം കുമാറാണ് വിവരങ്ങൾ നൽകിയത്.